ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ കല്യാണ ടൈമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഈ മാട്രിമോണി സൈറ്റുകൾ. അപ്പം നമ്മുടെ ഇടയിൽ ഒരുപാട് മാട്രിമോണി സൈറ്റുകളുണ്ട്. ഇപ്പം കേരള മാട്രിമോണി, നാടാർ മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി എന്ന് പറഞ്ഞ ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ ഈ മാട്രിമോണി സൈറ്റുകൾ നടക്കുന്ന കുറച്ച് സ്കാംസ് നമ്മുടെ എക്സ്പീരിയൻസ്, അതായത് നമുക്കുണ്ടായ അനുഭവമാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. ഈ കേരള മാട്രിമോണിയിൽ ഞങ്ങളൊരു പ്രൊഫൈൽ തുടങ്ങി പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം അവിടുത്തെ സ്റ്റാഫുകളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, അതായത് കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ് ഞങ്ങൾ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. മാട്രിമോണിയിൽ വിളിക്കുകയാണ്. Welcome to Matrimony.com Group, the world's largest, most trusted and highly successful matrimony service provider. Please call ഞങ്ങളുടെ കസ്റ്റമർ സർവീസ് ഏജന്റുമായി കണക്ട് ചെയ്യും വരെ ദയവായി ലൈനിൽ തുടരുക. പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ കാണിച്ചിരുന്ന പ്രൊഫൈൽസ് തന്നെയാണ് പേയ്മെന്റ് ചെയ്തതിന് ശേഷവും കാണിക്കുന്നത്. പേയ്മെന്റ് ചെയ്തതിന് ശേഷവും അതിന് മുന്നേ കാണിച്ചുകൊണ്ടിരുന്ന മാച്ചസ് മാത്രമാണ് വരുന്നത്. ട്രിവാൻഡ്രം അല്ല, ഇനിയാണ് കൊടുത്തിരുന്നത്. ഞങ്ങൾക്ക് അത് ബോധേഡല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മാത്രം കൊടുത്തിരുന്നത് ഞങ്ങൾക്ക് ഒന്നും വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇനിയെന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. എന്നിട്ടും ഇപ്പോഴും അന്നും 11 പ്രൊഫൈൽസ് തന്നെയാണ് കാണിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അവിടെ കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അവിടെ നിന്ന് പ്രിഫറൻസ് ചേഞ്ച് ചെയ്തിട്ട് ഒരു 100 മാച്ചസ് വരെ ഞങ്ങൾക്ക് സേവ്ഡ് സർച്ചസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൽ ബംഗാളി വരുന്നുണ്ട്. അതായത് നിങ്ങൾ അവിടെ ലാംഗ്വേജസ് ഒക്കെ ചേഞ്ച് ചെയ്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെ അതെ. ഹലോ, ആക്ച്വലി ഞാൻ ഇപ്പം കംപ്ലൈൻറ്റ് തരുന്നതല്ല, ഞാൻ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ അവിടെ ഒരു 10-11 പേരായിട്ട് ഞാൻ ഓൾറെഡി സംസാരിച്ചു. ഡെയിലി വിളിക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് പിന്നെ കിട്ടത്തില്ലല്ലോ. കാരണം പിന്നെ വിളിച്ചിട്ട് ഒരു ഗോകുൽ, ഒരു ഫാത്തിമ ആൻഡ് ദെൻ വൺ സെബാസ്റ്റ്യൻ, ഇവർ പിന്നെ എനിക്ക് അതിന് മുന്നേ ഉള്ളവരുടെ പേരൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഇവരെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന സ്റ്റാഫ് കുറേ അവർ ബിസിയാണ്, 10-15 മിനിറ്റായിട്ട് അവർ ഓൾറെഡി കോളിലാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് മെയിനായിട്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 3 മാസം കണ്ടായി ഈ അക്കൗണ്ട് ഓൾറെഡി തുടങ്ങിയിട്ട്. അവിടെ നിന്ന് അന്ന് മുതൽ എന്നെ കോൾ ചെയ്യുന്നുണ്ട്. അതായത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കുറച്ച് ലേഡി സ്റ്റാഫ്സാണ് എന്നെ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്, പേയ്മെൻറ്റ് മേടിക്കുന്ന സ്റ്റാഫ്സ്. അങ്ങനെ അവരെ വിളിച്ചപ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നാടാർ മാട്രിമോണിയിൽ കൊടുക്കാനായിരുന്നു ഇൻട്രസ്റ്റ്. ബിക്കോസ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് നാടാർ തന്നെ വേണം എന്നുണ്ടായിരുന്നു. നിങ്ങളുടെ തന്നെയാണ് നാടാർ മാട്രിമോണി എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണെന്നുള്ളത്. അതിൽ ഓക്കെ ഫൈൻ, നിങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്നെ അതിലോട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലേഡി സ്റ്റാഫ് സമ്മതിച്ചിട്ടില്ല. കാരണം അവർ ഭയങ്കര രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഇതിൽ തന്നെ കൊടുത്താൽ മതി, അതിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം കേരള മാട്രിമോണിയിലാണ് ഓൾറെഡി കൂടുതൽ പ്രൊഫൈൽസ് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കുറേ പ്രൊഫൈൽസ് വെയിറ്റിംഗ് ആണ്, അത് വിസിബിൾ ആവണമെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ എപ്പോഴാണ് ഫെബ്രുവരി 24 ഐ തിങ്ക് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതായിരുന്നു. അന്ന് തന്നെ ഞാൻ വിളിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വേറെ പ്രൊഫൈൽസ് വരാത്തത് കാരണം അവരൊന്നുകൂടി ഞാൻ വിളിച്ചു. പ്രൊഫൈൽസ് വന്നിട്ടില്ല എന്ന് അതും ഒരു ലേഡി തന്നെയാണ് എടുത്തത്. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് റീഫ്രഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. 2 ദിവസം എടുക്കും എന്നങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം നോക്കി 2 ദിവസം വെയിറ്റ് ചെയ്തു. എന്നിട്ടും ഒന്നും തന്നെ വന്നിട്ടില്ല. സെയിം പ്രൊഫൈൽസ് വരുന്നു. കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അവിടുന്ന് പ്രൊഫൈൽസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതാണ് നിങ്ങളുടെ അവിടെ നിന്ന് ചെയ്യുന്നത്. പ്രിഫറൻസ് ചേഞ്ച് ചെയ്തിട്ട് കുറേ ബംഗാളികൾ അങ്ങനെ എവിടെയൊക്കെ കിടക്കും. അല്ലെങ്കിൽ ഒരു 4 അടിയൊക്കെ ആക്കിയിട്ട് ഹൈറ്റ്, ഒരു 6 അടിയുള്ള ഒരാൾക്ക് 4 അടിയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? കാരണം നിങ്ങളുടെ പ്രിഫറൻസിനുള്ളതല്ലല്ലോ നമ്മളിവിടെ എടുക്കാനുള്ളത്. നമ്മൾ കൊടുത്തിരുന്ന പ്രിഫറൻസിൽ തന്നെ ഒരുപാട് പ്രൊഫൈൽസ് വെയിറ്റിംഗ് ആണെന്ന് ഈ ക്യാഷ് മേടിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറേ ഗേൾസ് ഉണ്ടല്ലോ നിങ്ങളുടെ. അതായത് പിന്നെ അവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതെ, ആ സെയിൽസ് ടീമിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. കാരണം എന്നോട് ഒരു ലേഡി സ്റ്റാഫ്, ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അത് തന്നെ ഞങ്ങൾക്കിപ്പം, അതായത് ഇപ്പം നിങ്ങളാണ് എൻ്റെ പേയ്മെൻറ്റ് മേടിച്ചെന്ന് ഇരിക്കുക, നിങ്ങളൊരു സെയിൽസിലുള്ളതാണെങ്കിൽ നിങ്ങളെ പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? വൈ?
അവരോട് ഞാൻ ചോദിച്ചു. പിന്നീട് ഇവനെ ഓക്കെ, ഞാൻ അവരോട് ഓൾറെഡി അന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ എന്നാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് ഈ ഞങ്ങളെ വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല. മനസ്സിലായോ? പറ്റില്ല മേഡം, അവരെ കാരണം കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവര് നമ്മളെ പറ്റിച്ചിട്ടാണ്. പിന്നെ ഹലോ, ഫോൺ ചെയ്താലും മേഡത്തിന് കസ്റ്റമർ കെയർ സപ്പോർട്ടില്ല ലാൻഡ് ആവുള്ളൂ. അല്ല, കസ്റ്റമർ കെയറിൽ ലാൻഡ് ആകുമ്പോഴത്തേക്കും കസ്റ്റമർ കെയർ എന്താ ചെയ്യുന്നത്? അതല്ലേ മേഡം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്. നാടാർ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ വേണ്ട മേഡം പ്രൊഫൈല്. അത് നിങ്ങളുടെ സെയിൽസിൽ നിന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളുടെ സെയിൽസ് അവിടുത്തെ സ്റ്റാഫ് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് മലയാളിയിൽ നാടാർ കുറവാണെന്ന് പറഞ്ഞില്ല? അവർ ഓൾറെഡി പ്രൊഫൈൽസിന്റെ നെയിം വരെ വിത്ത് നെയിം അവരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞ് വെയിറ്റിംഗ് ആണ്. ഞാൻ പേയ്മെന്റ് ചെയ്ത ശേഷം അങ്ങനെ ഒരു പ്രൊഫൈൽ എനിക്ക് വിസിബിൾ ആയിട്ടേ ഇല്ല. മനസ്സിലായോ? കാരണം പറ്റിച്ചിട്ടല്ലല്ലോ നിങ്ങളുടെ അവിടെ നിന്ന് കാശ് മേടിക്കാനുള്ളത്, ആണോ? ഓക്കെ, ശരി ശരി, ഓക്കെ. സെയിൽസിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ HR ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? അല്ല, കാശ് മേടിക്കുന്ന സമയത്ത് ആരെ വേണം വിളിക്കാമല്ലോ. ഇതിപ്പം കാശ് മേടിച്ചു കഴിയുമ്പോൾ ആകെ കസ്റ്റമർ സർവീസിലുള്ളവരെ വിളിക്കുമ്പോൾ അവരിവിടെ ഒന്നും അറിയാത്ത കണക്കാണ് അവരിയ്ക്കുന്നത്. കാരണം നിങ്ങളുടെ അവിടെ തന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ HR-ന്റെ പേരെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അപ്പൊ HR-നെ അറിയത്തില്ല, നിങ്ങൾക്ക് കാശ് തരുന്ന ആരോ? അതിന് ഞാൻ ഗൂഗിൾ വഴിയല്ലല്ലോ ഞാൻ പേയ്മെന്റ് ചെയ്തത്. ഞാൻ നിങ്ങൾ വഴിയല്ലേ പേയ്മെന്റ് ചെയ്തേക്കുന്നത്, ഗൂഗിൾ വഴിയല്ലല്ലോ, ആണോ? ഹലോ, ഓൾറെഡി ഹലോ എക്സ്ക്യൂസ് മീ, ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ 48 hours കഴിയുമ്പോഴത്തേക്കും എനിക്ക് അതിന്റെ അപ്ഡേറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് 5-ാം തീയതി കിട്ടുമെന്നാണ് പറഞ്ഞത്. 3-ാം തീയതിയാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു മെയിൽ ID അതിൽ തന്നെ വന്നിട്ടുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ അപ്ഡേറ്റ്സ് കിട്ടുമെന്ന്. ടിക്കറ്റ് ID എല്ലാം ഇത് വന്നതാണ്. അവിടെ നിന്ന് ആര് വിളിച്ചു? നിങ്ങൾ കസ്റ്റമർ കെയറിലുള്ളവരാണ്, നിങ്ങൾ പിന്നെ വിളിക്കാത്തെന്തോ? നിങ്ങളല്ലേ അല്ല, നിങ്ങളല്ലേ ഓൾറെഡി പറഞ്ഞേ, നിങ്ങളല്ലേ പറഞ്ഞേ. ഹലോ, അല്ല, അവര് ക്യാഷ് മേടിക്കാൻ മാത്രമേ ഇരിക്കുള്ളൂ. അതെന്താ വിളിക്കാത്തത്? ഇതിപ്പോ ഇത്ര ദിവസമായില്ലേ? അതായത് ഈ ഒരു 90 ദിവസമല്ലേ ആകെ ഈ പാക്കേജ് തന്നെ ഉള്ളു. അപ്പൊ അതുവരെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടിരിക്കും. ഞാൻ ഈ കസ്റ്റമർ കെയറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ഒരു അപ്ഡേറ്റും ഇല്ലല്ലോ. ഇത് ഭയങ്കര ഉടായ്പാണല്ലോ നിങ്ങളുടെ ഈ കേരള മാട്രിമോണി. ഡെയിലി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെയുള്ള ഏതാണ്ട് ഒരു 10 പേരായിട്ട് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അതിലെന്താ യൂസ്? എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടോ? ഞങ്ങൾ റീഫണ്ട് വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? കേട്ടില്ല. ഹലോ, ഇപ്പൊ നമ്മുടെ ബെനിഫിറ്റ് എന്തുവാ? ഓക്കെ, മെയിൽ ID ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? തിരിച്ച് കുറെ ആൾക്കാരെങ്കിൽ തരുമോ? കുറെ പ്രൊഫൈൽസ് ഇങ്ങോട്ട് തരും. ഇപ്പൊ ഇല്ലാന്ന് നിങ്ങൾ തന്നെ പറയണുണ്ടല്ലോ. ചെക്ക് ചെയ്യൊന്നുമില്ല, അതിൽ പ്രൊഫൈൽസ് ഇല്ല, അത് തന്നെ കാര്യം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം നിങ്ങൾക്കൊരു മാരേജ് നോക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിലിടുവോ? ഞാൻ നിങ്ങൾക്ക് ഉള്ളത് പറയാൻ പറ്റുമോ? അതായത് ഇതിൽ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ കിട്ടുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞങ്ങൾ കൊടുത്ത പ്രിഫറൻസ് നിക്ക് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ കൊടുത്തത് മലയാളി വേണം എന്ന് പറഞ്ഞ പ്രിഫറൻസിലാണ്. നിങ്ങളുടെ അവിടുത്തെ സ്റ്റാഫ് വിളിച്ചിട്ട് കുറെ പേരുണ്ട്, മാം പേയ്മെന്റ് ചെയ്യും എങ്കിലും വിസിബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങളുടെ സെയിൽസിലുള്ള ആളെന്തിനാ അങ്ങനെ പറഞ്ഞേ? പ്രൊഫൈൽസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് പേയ്മെന്റ് ചെയ്യിപ്പിച്ചതിന് അവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബന്ധമില്ലാന്ന് നിങ്ങളുടെ അവിടുത്തെ സെയിൽസ് സ്റ്റാഫ് പറഞ്ഞില്ല. അതാ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?
കാരണം ഫ്രീ മെമ്പർ ആയി ഇരിക്കുമ്പോൾ ഉള്ള പ്രൊഫൈൽസ് ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് എമൗണ്ട് മേടിച്ചത്? പറയൂ. ഇപ്പം ഈ 90 ദിവസം കഴിഞ്ഞ് അവർ രജിസ്റ്റർ ചെയ്യുള്ളൂ, ഞങ്ങൾക്കൊന്നും വരത്തില്ലേ? എന്തോ നിലവിൽ ഇത്ര പ്രൊഫൈൽ നമ്മുടെ കയ്യിലുള്ളൂ, വെയിറ്റ് ചെയ്തത് വേണം. പ്രൊഫൈൽ ഇത്ര ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലക്ട് ആവും. ഇങ്ങനെയല്ലല്ലോ എടുക്കാൻ ടൈമിൽ പറഞ്ഞത്, ആണോ? എടുക്കാൻ സമയത്ത് എന്നും ഡെയിലി റെക്കമെൻഡ്സ് എന്തേ? ഡെയിലി റെക്കമെൻഡ്സ് എന്തേ? അപ്പം ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാല്ലേ പ്രൊഫൈൽസ് ഇല്ലാന്ന്, നിങ്ങൾക്ക് തന്നെ അറിയാല്ലേ പ്രൊഫൈൽസ് ഒന്നും ഇല്ലാന്ന്. ഞങ്ങളും അതാ ചോദിക്കണേ. പിന്നെ വെറുതെ എന്തിനാ കാശ് മേടിച്ചെന്ന്? കാരണം ഞങ്ങൾക്ക് എന്നെ സെയിൽസ് എന്ന് വിളിച്ച് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ആകെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് നിങ്ങളായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മിനിങ്ങാന്ന് എന്തോ വിളിച്ചപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ഈ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ആൾ തന്നെ റൂഡായിട്ട് സംസാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ വായിലിരിക്കുന്ന ഏക്കാരാണ് ഞങ്ങൾ കാശ് അടച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. പ്രൊഫൈൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിന് പേയ്മെന്റ് മേടിച്ചു? നിങ്ങൾക്ക് ആൻസർ തരാൻ തന്നെയല്ലോ അവിടെ മറ്റേ കസ്റ്റമർ കെയറിൽ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് റിപ്ലൈ തരൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ HR നമ്പറോ അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച അവരുടെ പേരോ അല്ലെങ്കിൽ HR ആരാണെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേട്ടൂടാ? ഹലോ, ഒന്ന് ഉറക്കെ പറയാവോ? ഹലോ, ഞാൻ അതിന് മെയിൽ ഐ ഡിയിൽ കൂടെ അല്ലല്ലോ കാശ് അയച്ചത്. അവർക്ക് ഡയറക്റ്റ് അല്ലേ അയച്ചു കൊടുത്തു. നിങ്ങൾ എനിക്ക് അവരുടെ എനിക്ക് സൊല്യൂഷൻ അല്ല, എനിക്ക് HR വേണം. നിങ്ങളുടെ HR എൻ്റെ അടുത്ത് സംസാരിച്ച ആ ലേഡി സ്റ്റാഫിനെ വേണം. 48 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മിസ്റ്റർ, നമ്മളിവിടെ ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യണോ? നിങ്ങൾ നിങ്ങളുടെ HR അടുത്ത് പറഞ്ഞേക്ക് ഞങ്ങളെ ക്യാഷ് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞേക്ക്. അവരുടെ അടുത്ത് കിട്ടണമല്ലോ. കിട്ടാത്തെന്താ? ഞങ്ങൾക്കൊരു സർവീസിന്റെ ബെനിഫിറ്റ്, ആ സർവീസ് നമുക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഞങ്ങളുടെ കാശ് മേടിച്ചു? അല്ലെങ്കിൽ കൂടുതൽ പ്രൊഫൈൽ തരാൻ പറ്റത്തില്ല മാഡം, ഓൾറെഡി ഇത്രയൊക്കെ ഉള്ളൂ, പേയ്മെന്റ് ചെയ്താൽ ഇത്രേ കാണാൻ പറ്റുള്ളൂ, പുതിയ മെമ്പേഴ്സ് വന്നാലേ നിങ്ങൾക്ക് വേറെ പ്രൊഫൈൽ വിസിബിൾ ആവുള്ളൂ എന്ന് പറയത്തത്. കാരണം ഞാൻ കേരള മാട്രിമോണിയിലല്ല വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ എനിക്കറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു കാശ് മേടിക്കുമ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് ഓൾറെഡി നമ്മുടെ പറയേണ്ടതാണ്. അല്ലാതെ അവരുടെ മാത്രം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർ സാലറി മേടിച്ചിട്ട് പോയാൽ പോരാ. ഒരു കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്നതിന് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റും കൂടെ കൊടുക്കണം. അല്ലാണ്ട് തോന്നിയത് കാണിക്കാനാണെങ്കിൽ അവിടെ ചെന്ന് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് എന്ത് പുറത്തുനിന്ന് വേറെ നോക്കൂടായിരുന്നു? നിങ്ങളുടെ അവിടെ നിന്ന് ഡെയിലി കോളാണ് എനിക്ക്.